ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ശ്രുതിയുടെയും സുധിയുടെയും ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി നടക്കുവാണല്ലോ. അപ്പോൾ അത് തൻ്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ടൂളായിട്ടും കൂടി സുധി യൂസ് ചെയ്യുവാണ്. അഭിലാഷ് സാറിനെ ഈ ഒരു ഇവൻറ്റിൽ കൂടി ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രുതി നോക്കുന്നത്. പക്ഷേ ശ്രുതിയാണെങ്കിലോ സച്ചിയുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും മൊബൈൽ അടിച്ചു മാറ്റി വീഡിയോ ആൻ്റണിക്ക് അയച്ചു കൊടുക്കാനുള്ള ഒരു മാർഗ്ഗമായിട്ടും ഈ ആനിവേഴ്സറി മാറ്റുവാണ്. അങ്ങനെ നമ്മുടെ വെഡ്ഡിങ് ഡേ വന്നെത്തിയിരിക്കുവാണ്. എല്ലാവരും നല്ല അടിപൊളി സ്റ്റൈലിലാണ് വെഡ്ഡിങ് ഡേക്ക് വന്നിരിക്കുന്നത്. ശ്രുതിയാണ് എല്ലാവരെയും മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. കാണാൻ എല്ലാവരെയും നല്ല ഭംഗിയുണ്ട്. ചന്ദ്ര വരെ നല്ല അടിപൊളിയായിട്ടാണ് ഒരുങ്ങി വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ശ്രുതി കാത്തിരുന്ന അഭിലാഷ് സാറ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വരുവാണ്. കൂടെ ആനന്ദമുണ്ട്. ശ്രുതി നല്ലോണം തന്നെ അവരെ സ്വാഗതം ചെയ്യുന്നുണ്ട്. അഭിലാഷ് സാറ് വരുമ്പോൾ തന്നെ അച്ഛനെയും അമ്മേനെയും എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. രവീന്ദ്രൻ ഈ നാടകത്തിൻ്റെ കാര്യമൊന്നും അറിയില്ല കേട്ടോ. ശ്രുതി സച്ചി 30 കാറിൻ്റെ ഓണറാണെന്ന് പറഞ്ഞ കഥയൊന്നും രവീന്ദ്രനും അറിയില്ല, ചന്ദ്രക്കും അറിയില്ല. അങ്ങനെ നമ്മുടെ ശ്രുതി അഭിലാഷ് സാറിനെ വരുമ്പോഴേക്കും എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അഭിലാഷ് സാറ് രവീന്ദ്രനെ വളരെ അധികം അഭിനന്ദിക്കുന്നുണ്ട്. കാരണം 3 മക്കൾ ഇത്രയും വലിയ യങ് ഏജിൽ തന്നെ നല്ലൊരു ബിസിനസ് ആൾക്കാരായല്ലോ. അതിൽ ഭയങ്കരമായിട്ട് അഭിനന്ദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, 3 മക്കളും ബിസിനസ് മാൻമാരോ? കാരണം രവീന്ദ്രൻ അറിയില്ലല്ലോ. അപ്പോഴേക്കും ശ്രുതി പറയും, അച്ഛാ ദേ അച്ഛൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്, പോയി അവർ ഇൻവൈറ്റ് ചെയ്യുക, അകത്തോട്ട് വിളിക്കുക എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രനെ വഴിതിരിച്ച് വിടുവാണ്. എന്നിട്ട് അഭിലാഷ് സാറിനെ അവിടെ കൂടിയിരിക്കുന്ന മറ്റ് ക്ലയൻസിനെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവരെയൊക്കെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ അഭിലാഷ് സാറ് പറയും, എടാ ശ്രുതി, നീ എല്ലാവരെയും പരിചയപ്പെടുത്തി, നിൻ്റെ അനിയന്മാരെവിടെ? എനിക്ക് അവരെയും കൂടി കാണണം, അവരും നല്ല ബിസിനസ് ആൾക്കാരല്ലേ, ബിസിനസ് മൈൻഡ് ഉള്ളവരാ, എനിക്ക് അവരെ പരിചയപ്പെട്ടേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ശ്രുതി നമ്മുടെ സച്ചിയെ വിളിക്കുവാണ്. ആദ്യം സച്ചി ഇങ്ങോട്ടേക്ക് വാ എന്നൊക്കെ പറഞ്ഞ് സച്ചിയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയും, ഇതാണ് എൻ്റെ ആദ്യത്തെ അനിയൻ സച്ചി. അപ്പോഴേക്ക് ഈ അഭിലാഷ് സാർ ഒടുക്കത്തെ ഇംഗ്ലീഷിൽ സച്ചിനോട് സംസാരിക്കുവാണ്. അഭിലാഷ് സാറ് ചോദിക്കുന്നത് വേറൊന്നുമല്ല, നിങ്ങൾ ഇത്ര യങ് ഏജിൽ 30 കാർ ഓൺ ചെയ്തു, എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും ചെറിയ പ്രായത്തിൽ ഇതൊക്കെ ചെയ്തത്? എനിക്ക് നിങ്ങളെ ഓർത്ത് അഭിമാനം ആവുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇംഗ്ലീഷിൽ. പക്ഷെ സച്ചിക്കൊന്നും മനസ്സിലാവുന്നില്ല. സച്ചി വാ വിളിച്ച് നിൽക്കുവാണ്. ശ്രുതി ആക്ഷൻ കൊണ്ട് കാണിച്ചു കൊടുക്കും, സച്ചി നീ തലയാട്ടി കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സച്ചി തലയാട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അഭിലാഷ് സാർ പറയും, ടെൽ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, സച്ചി 30 കാർ എന്ന് ആക്ഷൻ ഇട്ട് കാണിക്കുവാണേ. പിന്നെ സച്ചി അങ്ങോട്ടൊരു തള്ളൽ തുടങ്ങുവാണ്, തള്ളി മറിക്കുവാണ്. സർ, ഈ വർഷം ഞാൻ ഇനിയും 20 കാറുകൾ കൂടി മേടിക്കാൻ പോകുന്നുണ്ട്. കുറേ വലിയ വലിയ കൊട്ടേഷൻസൊക്കെ എനിക്ക് വരുന്നുണ്ട്. പക്ഷേ എനിക്കൊന്നും ഒട്ടും ഇൻട്രസ്റ്റ് തോന്നുന്നില്ല, ഇഷ്ടമാവുന്നില്ല. എനിക്ക് ഇൻ്റർനാഷണൽ ലെവൽ വരെ ബന്ധങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് സച്ചി തള്ളി മറിക്കുവാണ്. ഇന്ത്യ മൊത്തത്തിൽ ഞാൻ ഈ വർഷത്തിനുള്ളിൽ തന്നെ ട്രാവൽ ഏജൻസി തുടങ്ങും. അത് മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല ഇൻ്റർനാഷണലും തുടങ്ങുമെന്ന് പറയുവാണ്. സച്ചിയുടെ തള്ളൽ കാണുമ്പോഴേക്കും ശ്രുതിയും വാവിളിച്ച് നിൽക്കുവാണ്. രേവതിയും കൂട്ടത്തിൽ വാവിളിക്കുന്നുണ്ട്. പക്ഷെ അഭിലാഷ് സാറാണെങ്കിലോ സച്ചിയുടെ വർത്തമാനത്തിന് നല്ലോണം ഇമ്പ്രസ് ആവുകയാണ്. സച്ചി പറയുന്നുണ്ട് കൂട്ടത്തിൽ, കഴിഞ്ഞ ആഴ്ച ഞാൻ ജപ്പാനിൽ നിന്ന് വന്നതേ ഉള്ളൂ, ഒരാഴ്ച ആയിട്ടുള്ളൂ എത്തിയിട്ട്, ഇവിടെ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടക്കുന്നത് കൊണ്ട് വന്നതാ, ഇനി ഞാൻ തിരിച്ചു പോകും എന്നൊക്കെ പറയുമ്പോഴേക്കും അഭിലാഷ് സാർ യു ആർ ഗ്രേറ്റ് എന്നൊക്കെ പറഞ്ഞ് സച്ചിയെ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ശ്രീകാന്തിനെയും പരിചയപ്പെടുത്തുന്നുണ്ട്. ശ്രീകാന്തിനോടും ഇതുപോലെ തന്നെ ഹോട്ടലിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ശ്രുതിയാണ് ഇത്ര ചെറുപ്പത്തിലെ ബിസിനസ് മാൻ ആയെന്ന് വിചാരിക്കുമ്പോഴേക്കും അനിയൻ അതിലും വലിയ ബിസിനസ് മാൻ ആണല്ലോ, ഇത്ര ചെറുപ്പത്തിലെ സ്വന്തമായിട്ടൊരു 5 സ്റ്റാർ ഹോട്ടലല്ലേ ഓൺ ചെയ്തിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ശ്രീകാന്തും അതിനൊക്കെ തലയാട്ടി ശരിവെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫംഗ്ഷനൊക്കെ നല്ല ഗ്രാൻഡായിട്ട് നടക്കുവാണ്. കേക്ക് മുറിയൊക്കെ കഴിയുമ്പോഴേക്കും രവീന്ദ്രനോട് 2 വാക്ക് സംസാരിക്കാൻ പറയും. രവീന്ദ്രൻ കുടുംബ ബന്ധത്തിൻ്റെ സ്നേഹത്തിനെ കുറിച്ചും അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നും തൻ്റെ മക്കളെ വളർത്തിയ രീതികളെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നുണ്ട്. ഇതിലൊക്കെ അഭിലാഷ് സാറ് ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ആവുകയാണ്. അപ്പോൾ അഭിലാഷ് സാർ എല്ലാം കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു വെച്ചാൽ, ശ്രുതി നിനക്ക് ഞാൻ വേറൊരു ഗിഫ്റ്റും കൂടി തരാൻ പോവാണ്. എൻ്റെ കേരളത്തിലുള്ള പുതിയ പ്രോഡക്റ്റിൻ്റെ വിതരണമൊക്കെ ഞാൻ ശ്രുതിയെ ഏൽപ്പിക്കുവാന്ന് പറയുവാണ്. ശ്രുതിയും ചന്ദ്രയൊക്കെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുവാണ്. എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. കാരണം ശ്രുതി ഒരു നല്ല നിലയിൽ എത്തിക്കാണമെന്ന് സച്ചിക്ക് വരെ ആഗ്രഹമുണ്ട്. അതിനുവേണ്ടിയാണല്ലോ അവർ ഈ നാടകമൊക്കെ കളിക്കുന്നത്. ഏതായാലും അതിൽ അഭിലാഷ് സാറ് നല്ലോണം വീണിട്ടുണ്ട്. അപ്പോൾ ശ്രുതിക്കൊക്കെ ഭയങ്കര സന്തോഷമായി. അങ്ങനെ കേക്ക് സെറമണി കഴിയുന്നുണ്ട്. പിന്നെ അറിയാലോ, ബിസിനസ് മീറ്റും കൂടി ആകുമ്പോഴേക്കും അവിടെ നമ്മുടെ കുപ്പികളൊക്കെ, ഫോറിൻ കുപ്പികളൊക്കെ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട്. സച്ചിക്ക് അതൊക്കെ കാണുമ്പോഴേക്കും ഭയങ്കരമായിട്ട് മനസ്സിളകുവാണ്. സച്ചി നോക്കുമ്പോൾ ആനന്ദം ഒരു വലിയ പെട്ടി നിറച്ചും ഫോറിൻ മദ്യങ്ങൾ കൊണ്ടുപോകുന്നേ. സച്ചി പറയുന്നുണ്ട്, ഇതെങ്ങോട്ടാ? സച്ചി, അപ്പുറത്താ നമ്മുടെ പരിപാടികൾ, നീ വാ. എൻ്റെ ആനന്ദേ, ഇതൊക്കെ സൂക്ഷിച്ചു കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് ആനന്ദിനെ വിടുന്നുണ്ട്. സച്ചി ആണെങ്കിൽ രേവതിയെ നോക്കുന്നുണ്ട്. രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ കുപ്പി എങ്ങാനും തൊട്ട സച്ചിയേട്ടൻ എന്നും മദ്യപിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സച്ചിക്കാണെങ്കിലോ സച്ചി പറയുന്നുണ്ട്, രേവതി എല്ലാം ഫോറിൻ കുപ്പികളാ, എൻ്റെ മനസ്സിളകുന്നു രേവതി, ഇതൊന്നും ഞാൻ കുടിച്ചിട്ട് പോലുമില്ല, കണ്ടിട്ട് പോലുമില്ല രേവതി എന്നൊക്കെ പറയുന്നിട്ടും
രേവതി വിട്ടുകൊടുക്കുന്നില്ല. സച്ചിയേട്ടൻ കുടിക്കാൻ പാടില്ല എന്നുള്ള ഒറ്റ വാശിക്ക് നിൽക്കുവാണ്. ശ്രുതിയാണെങ്കിലോ സച്ചി എപ്പോൾ കുടിക്കും എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുവാണ്. ശ്രുതി ഇങ്ങനെ നോക്കി നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ സച്ചിയാണെങ്കിൽ രേവതിയെ പേടിച്ചിട്ട് കുടിക്കുന്നില്ല. അങ്ങനെ പരിപാടിയൊക്കെ കഴിയുമ്പോഴേക്കും രവീന്ദ്രനും ചന്ദ്രയും പോകുന്നുണ്ട്. കൂടെ സച്ചിയും രേവതിയും കൂടി പോകുമ്പോഴേക്കും ശ്രുതിക്ക് ടെൻഷൻ ആവുകയാണ്. ശ്രുതി പറയും, മീരെ നീ ആ രേവതി എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു കൊണ്ട് നിർത്ത്. സച്ചി കുടിച്ചിട്ട് പോലുമില്ല. ഞാനോർത്ത് സച്ചി ആയിരിക്കും ആദ്യം തുടങ്ങുന്നതെന്ന്. ദേ സച്ചി നല്ല നല്ല മോനായിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. അത് നടക്കാൻ പാടില്ല. സച്ചി മദ്യപിക്കണം, എന്നാൽ എൻ്റെ പ്ലാനിങ് ഒക്കെ നടക്കത്തുള്ളൂ. ഇന്നത്തെ ഇത്രയും ഗ്രാൻഡായിട്ട് ഈ സെറിമണി നടത്താൻ തന്നെ കാരണം ഇത്രയും കാശ് ഞാൻ ചെലവിട്ടത് തന്നെ സച്ചിയുടെ ഫോണിൽ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. മീരെ നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക, രേവതിയെ തടയുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മീര പോയി രേവതിനോട് പറയും, ചേച്ചി ഇത് എങ്ങോട്ട് പോവാ? ഭക്ഷണം പോലും കഴിച്ചിട്ടില്ലല്ലോ, വന്ന് ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞ് രേവതിയെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രനും പറയും, എടാ സച്ചി എന്താടേ ഇത്, പരിപാടി കഴിഞ്ഞതല്ലേ ഉള്ളൂ, കഴിയുമ്പോൾ തന്നെ നീ ഇങ്ങോട്ടേക്ക് വീട്ടിലോട്ട് വന്നാൽ എങ്ങനെയാണ്? അതും അഭിലാഷ് സാറ് പോലും പോയിട്ടില്ല. അയാൾ നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ഇമ്പ്രസ് ആയിരിക്കുന്നത്. പരിപാടി തീരുന്നതിന് മുമ്പ് നീ ഇങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയാൽ അയാൾ എന്തോർക്കും? നീ എല്ലാം കഴിഞ്ഞിട്ട് സൂതിയൊക്കെ പോരുമ്പോൾ കൂടെ പോന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ സച്ചി അവിടെ പിടിച്ചിരുത്തുവാണ്. സച്ചിക്കും അപ്പം സന്തോഷമാവുന്നുണ്ട്. കാരണം സച്ചിക്ക് അവിടെ നിൽക്കണം എന്നായിരുന്നു. പിന്നെ രേവതി നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് വീട്ടിലോട്ട് തിരിച്ചു പോകാൻ പോയത്. കാരണം രേവതിക്കറിയാലോ സച്ചി അവിടെ നിൽക്കും തോറും മദ്യം തൊടാനുള്ള ആസക്തി കൂടിക്കൊണ്ടിരിക്കുമെന്ന്. പക്ഷേ രവീന്ദ്രൻ പ്രത്യേകം പറയുന്നുണ്ട്, സച്ചി നീ എങ്ങനെയാണോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അതുപോലെ തന്നെ രാത്രി വീട്ടിലോട്ട് കയറി വരണം എന്നും പറയുന്നുണ്ട്. സച്ചിക്ക് മാത്രമല്ല സുധിയോടും ഇത് പറയുന്നുണ്ട്. സുധി മദ്യപിക്കാൻ നിൽക്കരുത്, ഇതുപോലെ തന്നെ നീ വീട്ടിലോട്ട് തിരിച്ചു വരണം എന്ന് പറഞ്ഞ് വാൺ ചെയ്തിട്ടാണ് രവീന്ദ്രൻ പോകുന്നത്. അങ്ങനെ സുധിയും ശ്രീകാന്തും കൂടി നമ്മുടെ അഭിലാഷ് സാറിനെ നല്ലോണം സൽക്കരിക്കുന്നൊക്കെ ഉണ്ട്. അഭിലാഷ് സാറാണെങ്കിൽ നല്ല കുടിയാണ് കേട്ടോ. അവിടെ ഇരുന്നിട്ട് എല്ലാ മദ്യങ്ങളും നല്ലോണം ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സുധിയോട് പറയുന്നുണ്ട്, സുധി കുടിക്കുകയെന്ന് പറയുമ്പോഴേക്കും സുധി പറയും, ഇല്ല സാർ എനിക്കിതൊന്നും ശീലമില്ല എന്ന് പറയുമ്പോൾ അഭിലാഷ് സാറ് വിടുന്നില്ലേ? താനൊരു ബിസിനസ് മാൻ അല്ലോടോ. ഇതുപോലെ ബിസിനസ് മീറ്റിലൊക്കെ പോകുമ്പോഴേക്കും ഇതുപോലെ കുടിക്കേണ്ടിയൊക്കെ വരും, ഇങ്ങനെ കമ്പനിയൊക്കെ കൊടുക്കേണ്ടി വരും. എന്നാലും തനിക്ക് മറ്റുള്ളവരായിട്ട് തൻ്റെ ഐഡിയാസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനൊക്കെയുള്ള ഒരു ടൂൾ ഇതായിട്ട് മാറുള്ളൂ എന്നൊക്കെ പറയുമ്പോഴേക്കും ആനന്ദ് നിർബന്ധിക്കും, സുധി കുടിക്ക്, അയാൾ നിർബന്ധിക്കുമല്ലേ കുടിക്കുക എന്നൊക്കെ പറയുമ്പോഴേക്കും സുധി കുടിക്കുവാണേ. സുധി കുടിക്കാൻ തുടങ്ങിയിട്ട് പിന്നെ നിർത്തുന്നില്ല, നല്ല കുടിയാണ്. കൂട്ടത്തിൽ ശ്രീകാന്ത് വരുന്നുണ്ട്. ശ്രീകാന്ത് വന്ന് ചോദിക്കും, സുധിയേട്ടാ എന്തായി കാണിക്കുന്നത്? അച്ഛൻ കുടിക്കരുതെന്നല്ലേ പറഞ്ഞത്? സുധിയേട്ടൻ എന്തായി കാണിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും സുധി പറയും, എടാ അച്ഛൻ അങ്ങനെയൊക്കെ പറയും, നമ്മൾ രാത്രി തിരിച്ചു ചെല്ലുന്ന ടൈം ആകുമ്പോഴേക്കും അച്ഛൻ കിടന്നുറങ്ങും, പിന്നെ ഇതൊക്കെ ആരെങ്കിലും കാണോ? ഇത് ഞാൻ നടത്തുന്ന ഒരു ഇവൻ്റ് അല്ലേടാ, നീ കുടിക്കാതിരിക്കുന്നത് എങ്ങനെയാ? നീയും കുടിക്കും ശ്രീകാന്ത് എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിനും കൊടുക്കുന്നുണ്ട്. ശ്രീകാന്തും കേട്ട പാതി കേൾക്കാത്ത പാതി അതിരുന്ന് കുടിക്കുവാണേ. അങ്ങനെ നമ്മുടെ സച്ചിയുടെ മനസ്സാണെങ്കിൽ നിൽക്കുന്നില്ല. സച്ചി പയ്യെ പോയി നോക്കുമ്പോഴേക്കും ചേട്ടനും അനിയനും കൂടി നല്ല കുടിയാണേ. അപ്പോൾ സച്ചി അവരെ പോയി ചീത്ത പറയുന്നുണ്ട്, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നേ? അച്ഛൻ പ്രത്യേകം പറഞ്ഞു പോയതല്ലേ മദ്യപിക്കരുതെന്ന്. അപ്പോൾ സുധി പറയുന്നുണ്ട്, നിന്നോട് അച്ഛൻ എത്ര നാളായി ആ വാക്ക് പറയുന്നു, നീ കേൾക്കുന്നില്ലല്ലോ, പിന്നെ ഇന്നൊരു ദിവസം കുടിക്കുന്ന ഞങ്ങളോട് നീ ആ വാക്ക് പറയുന്നു, പോടാ സച്ചി നീയും കുടിക്കുമെന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയും, കുടിക്ക് സച്ചിയേട്ടാ, എനിക്കൊന്നും വേണ്ട, അത് ഞാൻ എൻ്റെ അച്ഛനെ അവഗണിക്കുന്നതിന് തുല്യമാവും, ഞാൻ കുടിക്കത്തില്ല എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയും, അത് രേവതി ചേച്ചിയെ പേടിച്ചിട്ടാ കുടിക്കാത്തതെന്നൊക്കെ ഞങ്ങൾക്കറിയാമെന്ന് പറയുവാണ്. പക്ഷെ സച്ചി കുടിക്കുന്നില്ല കേട്ടോ. സുധിയൊക്കെ നിർബന്ധിക്കുന്നുണ്ട്, സച്ചി കുടിക്ക് സച്ചി, നിന്റെ ചേട്ടൻ നടത്തുന്ന ഒരു പരിപാടിയല്ലേ, നിനക്ക് കുടിച്ചാലെന്താ? അഭിലാഷ് സാറും പറയുന്നുണ്ട്. പക്ഷെ സച്ചി കുടിക്കാൻ കൂട്ടാക്കുന്നില്ല, അവിടെ മാറിയിരിക്കുവാണ്. സച്ചി ഇങ്ങനെ മാറിയിരിക്കുന്നത് കാണുമ്പോഴേക്കും ശ്രുതിക്ക് ടെൻഷൻ കൂടുവാണ്. കാരണം സച്ചി മദ്യപിച്ച് കഴിഞ്ഞാലല്ലേ ഫോൺ എടുക്കാൻ പറ്റത്തുള്ളൂ. സച്ചിയാണെങ്കിൽ മദ്യപിക്കുന്നില്ല, അങ്ങനെ തന്നെ കുത്തിരിക്കുന്നത് കാണുമ്പോൾ ശ്രുതിക്ക് വീണ്ടും ടെൻഷൻ കയറി വരുന്നു. അപ്പം മീര പറയുന്നുണ്ട്, ശ്രുതി നീ പേടിക്കണ്ട, മദ്യത്തിൻ്റെ ഇടയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആരായാലും ഒന്ന് മദ്യപിച്ച് പോകും, കുറച്ചു നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം, സച്ചി കുടിക്കും, അത് ഉറപ്പല്ലേ എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും നമ്മുടെ സുധിയുടെ ഒരു ക്ലയൻ്റ് ഉണ്ട്, അയാൾ നല്ല മദ്യപിച്ചൊക്കെ ഇരിക്കുമായിരിക്കും. അപ്പോൾ സച്ചിനോട് അയാൾ ചോദിക്കുന്നുണ്ട്, സാറ് കുടിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും, എനിക്കൊന്നും വേണ്ട, ഞാൻ കുടിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ഹാവു അപ്പം എനിക്ക് സംസാരിക്കാൻ ഒരു കൂട്ടായി, എനിക്കിങ്ങനെ മദ്യപിച്ച് കഴിഞ്ഞാൽ മദ്യപിക്കാത്ത ഒരാളോട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് സച്ചി ഇറിറ്റേറ്റ് ചെയ്യുവാണേ. സച്ചിയാണെങ്കിലോ സച്ചിക്ക് ദേഷ്യം വന്ന് അയാൾ ഒഴിവാക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അയാൾ കുറച്ചു നേരം കഴിയുമ്പോൾ തന്നെ താൻ എഴുന്നേറ്റ് പോവും, പിന്നെ വരും, സച്ചിയോട് സംസാരിക്കും, പിന്നെയും പോകും കേട്ടോ.
സച്ചിക്ക് ഇവർ കുടിക്കുന്നത് കണ്ടിട്ടാണെങ്കിൽ ഇരിക്ക പൊറുതിയില്ല. രേവതിയെ വിളിച്ച് ഒരു പ്രാവശ്യം കൂടി ചോദിക്കുന്നുണ്ട്. രേവതി ഒന്ന് ഞാൻ കുടിച്ചോട്ടെ പ്ലീസ്, ഇന്നത്തോടെ ഞാൻ നിർത്തി, നാളെ കുടിക്കത്തില്ല, ഇന്നൊരു ദിവസമല്ലേ എന്ന് അപേക്ഷിച്ചിട്ട് പോലും രേവതി സമ്മതിക്കുന്നില്ല. കോള് കട്ട് ചെയ്ത് വെക്കുവാണേ. അത് കഴിയുമ്പോഴേക്കും ഇയാൾ വീണ്ടും വന്ന് ഇറിറ്റേറ്റ് ചെയ്യുമ്പോഴേക്കും സച്ചി പറയും, ഞാൻ കുടിക്കാത്തത് കൊണ്ടല്ലേ താൻ എന്നോട് സംസാരിക്കുന്നത്, നിൽക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന ഒരു കുപ്പി മദ്യം മൊത്തത്തിൽ അങ്ങോട്ട് കുടിക്കുവാണേ. അതോടെ തീർന്നു. സച്ചി മദ്യപിച്ച് അവശയാവാണ്. അത് കാണുമ്പോഴേക്കും ശ്രുതിയും ശ്രീകാന്ത് വരും. എടാ സച്ചി, നീ കുടിക്കുന്നില്ലെന്ന് പറഞ്ഞ് പിന്നെ എൻ്റെ ചേട്ടൻ നടത്തുന്ന പരിപാടിക്ക് ഞാൻ കുടിക്കൂലേ? അപ്പോൾ ശ്രുതിയും ചേട്ടനും അനിയന്മാരൊക്കെ തമ്മിൽ ഒറ്റ കൂട്ടാവുകയാണ്. ഭയങ്കര സ്നേഹപ്രകടനങ്ങളൊക്കെയാണ്. കുടിച്ചു കഴിയുമ്പോഴേക്കും അഭിലാഷ് സാറും അവരുടെ കൂടെ കൂടുന്നുണ്ട്. അങ്ങനെ സച്ചി കുടിക്കാൻ തുടങ്ങുമ്പോഴേക്കും ശ്രുതിക്ക് സമാധാനമാവുന്നുണ്ട്. ഹാവു, സച്ചി മദ്യപിക്കാൻ തുടങ്ങി മീരെ, ഇനി എനിക്ക് ആ ഫോൺ എന്തായാലും എടുക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. സച്ചി അങ്ങനെ അവിടെ കുടിച്ചിട്ടൊരു പാട്ട് കച്ചേരിയൊക്കെ നടത്തുന്നുണ്ട്. പാട്ട് കച്ചേരി എടുക്കുമ്പോഴേക്കും മീര ഇങ്ങനെ സച്ചിയുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചിട്ട് പറയും, ഞാൻ വീഡിയോ എടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞ് പിടിക്കുവാണ്. അങ്ങനെ മീര വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ശ്രുതി വന്ന് ഫോൺ മേടിക്കും. ബോധമില്ലെങ്കിലും സച്ചി അത് കാണുന്നുണ്ട്. ശ്രുതിയുടെ കയ്യിൽ നിന്ന് നീ എന്തിനാ എൻ്റെ ഫോൺ എടുക്കുന്നതെന്ന് പറഞ്ഞ് ഫോൺ മേടിച്ച് പോക്കറ്റിലിടുവാണ്. ശ്രുതിക്കാണെങ്കിൽ അങ്ങോട്ട് ദേഷ്യം വരുവാണേ. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് 3 പേരും ശ്രുതിയും സച്ചിയും ശ്രീകാന്തും നല്ല കോലമാണേ. അവർക്ക് നേരെ നിൽക്കാൻ പോലും പറ്റുന്നില്ല. ആടി ആടി വരുവാണ്. ഭാര്യമാരെല്ലാവരും കൂടി അവരെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങൾക്കിട്ട് വെച്ചിട്ടുണ്ട്, അച്ഛൻ പ്രത്യേകം പറഞ്ഞു പോയതല്ലേ മദ്യപിക്കരുതെന്ന്, എന്നിട്ട് നിങ്ങൾ കേട്ടില്ലല്ലോ. അപ്പോൾ ഇവർ പറയും, അതിന് അച്ഛൻ നമ്മൾ വരുന്നതൊന്നും കാണില്ലല്ലോ, ബോധമില്ലെങ്കിലും പറയുന്നുണ്ട്, അച്ഛൻ കിടന്നുറങ്ങിയിട്ടുണ്ടാവും, നിങ്ങൾ പേടിക്കാതെ വാ നമുക്ക് വീട്ടിലോട്ട് പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് ലിഫ്റ്റിലോട്ട് കയറുവാണേ. സച്ചി ആണെങ്കിൽ ഇങ്ങനെ പകുതി ഉറക്കത്തിൽ രേവതിയുടെ മേത്ത് ഇങ്ങനെ കിടക്കുവാണ്. ലിഫ്റ്റ് അല്ലേ, അപ്പോൾ ഈ 6 പേരും കൂടി നല്ല തിങ്ങി നിൽക്കുവാണ് ലിഫ്റ്റിൻ്റെ ഉള്ളിൽ. അപ്പോൾ ശ്രുതി എന്ത് ചെയ്യുന്നു വെച്ചാൽ, സച്ചി പോക്കറ്റിലാണല്ലോ ഫോൺ ഇട്ടേക്കുന്നത് കോട്ടിൻ്റെ. സച്ചിക്കാണെങ്കിൽ ബോധവുമില്ല. ശ്രുതി പയ്യെ സച്ചിയുടെ ഫോണിൽ നിന്നും ആ ഫോൺ അടിച്ചു മാറ്റുവാണ്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ശ്രുതിയുടെ പോക്കറ്റിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. സച്ചി ഇതൊന്നും അറിയുന്നില്ല, രേവതിയും അറിയുന്നില്ല. രേവതി നല്ല ടെൻഷനില്ല. കാരണം കുടിക്കരുതെന്ന് പറഞ്ഞിട്ടും സച്ചി കുടിച്ചതിന് ഒരുപാട് ചീത്ത രേവതി പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് സച്ചിയെ പൊക്കി ഈ വീട്ടിലോട്ട് പോകുന്നത്. അങ്ങനെ കുടിച്ച് ഇവർ 3 പേരും കൂടി കുടിച്ച് ഭാര്യമാർ പൊക്കിക്കൊണ്ട് വീട്ടിലെത്തുമ്പോഴേക്കും രവീന്ദ്രൻ ഉറങ്ങിയിട്ടുണ്ടാവില്ലേ. രവീന്ദ്രൻ ഇത് കാണുമ്പോഴേക്കും ദേഷ്യം വരുവാണ്. രവീന്ദ്രൻ ഇങ്ങനെ വാതുക്കൾ തന്നെ നിന്നിട്ട്, നിങ്ങളിത് എന്ത് കോല, നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞത്, കുടിക്കരുതെന്നല്ലേ പറഞ്ഞത്, ഇവിടെ നിന്ന് ഇറങ്ങിയത് എങ്ങനെയാണോ അതുപോലെ തന്നെ കയറി വരണം എന്നല്ലേ പറഞ്ഞതെന്നൊക്കെ പറയുമ്പോഴേക്കും ഇവർ ബോധമില്ലാതെ ഓരോ പിച്ചും പെയ്യൊക്കെ പറയുവാണ്. ചന്ദ്ര വന്ന് നോക്കുമ്പോൾ സച്ചിയെ ചീത്ത പറയുന്നുണ്ട്, നീ ആയിരിക്കും ഇവരെയൊക്കെ കുടിപ്പിച്ചത്, നീ ഒരാൾ എൻ്റെ മക്കളെ ഫുള്ളും കുടിപ്പിച്ചു, എന്തിനാണോ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് സച്ചിയെ ചീത്ത പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇല്ലമ്മേ അഭിലാഷ് സാറ് നിർബന്ധിച്ചോ, അതുകൊണ്ടാണ് ശ്രുതി കുടിച്ചത്, അല്ലാതെ സച്ചി പറഞ്ഞിട്ടൊന്നുമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അഭിലാഷ് സാറെന്ന് പറഞ്ഞപ്പോഴേക്കും പിന്നെ ചന്ദ്ര വായടക്കുവാണ്. പക്ഷേ രവീന്ദ്രൻ വിട്ടുകൊടുക്കുന്നില്ല. രവീന്ദ്രൻ നല്ല ചീത്ത പറയുന്നുണ്ട്. അവരെ അകത്തോട്ട് കയറ്റാതെ 6 പേരെയും പുറത്ത് തന്നെ നിർത്തി ഒരുപാട് ചീത്ത പറഞ്ഞതിന് ശേഷം പറയുന്നുണ്ട്, രേവതി, ശ്രുതി, വർഷേ, നിങ്ങൾ 3 പേരും അകത്തോട്ട് കയറ്, അവരവിടെ തന്നെ നിൽക്കട്ടെ എന്ന് പറയുവാണ്. അപ്പോൾ ഇവർ 3 പേരും അകത്ത് കയറി കഴിയുമ്പോൾ രവീന്ദ്രൻ പറയും, വാതിലടക്ക് രേവതി, ഇവർ 3 പേരും ഇന്ന് പുറത്ത് കിടക്കട്ടെ എന്ന് പറയുവാണ്. അപ്പോൾ ഇവർ പറയും, എന്തിനാണെച്ചാ അവരകത്തോട്ട് കയറട്ടെ. ഇല്ല, ഞാൻ പറഞ്ഞത് കേൾക്കാത്തല്ലേ, അവരുടെ കോലം നോക്ക്, കുറച്ചൊന്നും അല്ല കുടിച്ചിരിക്കുന്നത്, നല്ലോണം കുടിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ ചീത്ത പറഞ്ഞിട്ട് അവരെ പുറത്താക്കുവാണ്. ശ്രുതിക്ക് എന്തായാലും അവർ പുറത്ത് കിടന്നാലും ശരി ആ ഫോൺ കിട്ടിയല്ലോ എന്നുള്ള സന്തോഷമാണ്. പക്ഷെ ഫോൺ അപ്പോഴും ശ്രുതിയുടെ പോക്കറ്റിലാണല്ലോ. രവീന്ദ്രനാണെങ്കിൽ വാതിലും ലോക്ക് ചെയ്ത് പോയി. അപ്പോൾ എന്തെന്ന് വെച്ചാൽ എല്ലാവരും ഉറങ്ങി കഴിയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി പയ്യെ ഇറങ്ങുവാണേ. മുറി തുറന്നിട്ട് പയ്യെ മുറി തുറന്നിറങ്ങിയിട്ട് ഡോറും തുറന്ന് നോക്കുമ്പോൾ ശ്രുതിയും ശ്രീകാന്തും സച്ചിയും കൂടി വരാന്തയിൽ ഇങ്ങനെ കിടക്കുവാണ്. ശ്രുതി പയ്യെ പോയി ശ്രുതിയുടെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുക്കുന്നുണ്ട്. ഒന്നും അറിയാത്ത പോലെ ഫോൺ എടുത്തിട്ട് ഓടി മുറിയിലോട്ട് പോകും. എന്നിട്ട് സമാധാനമായല്ലോ, ഇനി ആരും അറിയാൻ പോണില്ല. സച്ചിക്ക് പോലും ബോധമില്ല. സച്ചിയുടെ ഫോൺ എവിടെയാണെന്ന് സച്ചി നാളെ അന്വേഷിക്കുമ്പോഴേക്കും മദ്യപിച്ച് ബോധമില്ലാതെ എവിടെയെങ്കിലും ഇട്ടതാണെന്ന് വിചാരിച്ചോളല്ലോ. ശ്രുതി എളുപ്പം ആ വീഡിയോ എടുത്തിട്ട് ശ്രുതിയുടെ ഫോണിലോട്ട് സെൻഡ് ആക്കുവാണ്. എന്നിട്ട് ഫോൺ ശ്രുതിയുടെ കയ്യിൽ തന്നെ വെക്കുന്നുണ്ട്. എന്നിട്ട് ആ വീഡിയോ എളുപ്പം ആൻ്റണിക്ക് അയച്ചു കൊടുക്കുവാണ്. ആൻ്റണി ഈ വീഡിയോ കാണുന്നതും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ആൻ്റണി പറയും, ശരത്തേ, തീർന്നടാ, നീ തീർന്ന്, എന്തൊരഹങ്കാരമായിരുന്നു, നീ പഠിക്കാൻ പോയി പഠിച്ച് ജോലി നേടുന്നൊക്കെയല്ലേ പറഞ്ഞത്, ഇന്നത്തോടെ നിൻ്റെ അഹങ്കാരമൊക്കെ ഞാൻ തീർത്ത് തരാടാ, ഈ വീഡിയോ ഞാൻ നാളെ തന്നെ റിലീസ് ചെയ്യും. ശ്രുതിയുടെ മനസ്സിലാണെങ്കിലോ, രേവതി, നിൻ്റെയും സച്ചിയുടെയും സ്നേഹം ഞാൻ ഇന്നത്തോടെ അവസാനിപ്പിക്കും, ഇന്ന് രാത്രിയും കൂടി നിങ്ങൾ സന്തോഷിക്കുക, നാളെ നേരം പുലരുമ്പോഴേക്കും
സമ്മാനം ഫോണിൽ കൂടി വരും എന്നൊക്കെ വിചാരിച്ച് ശ്രുതി സന്തോഷത്തിൽ കിടക്കുവാണേ. അങ്ങനെ ശ്രുതി തൻ്റെ ഒരുപാട് പരിശ്രമങ്ങൾക്കൊടുവിൽ വെഡ്ഡിങ് ഡേ ഫംഗ്ഷന് വെച്ചിട്ട് സച്ചിൻ്റെ കയ്യിൽ നിന്ന് ആ ഫോൺ അടിച്ചു മാറ്റിയിരിക്കുവാണ്. ശ്രുതിയാണ് ഇതിന് പിന്നിലെന്ന് സച്ചി മനസ്സിലാക്കാനും പോകുന്നില്ല. നാളെ നേരം പുലരുമ്പോഴേക്കും മദ്യപിച്ച് ഫോൺ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവുന്നേ സച്ചി വിചാരിക്കത്തുള്ളൂല്ലോ. അങ്ങനെ ശ്രുതി ആ സന്തോഷത്തിൽ കിടന്നുറങ്ങുവാണ്. ഇനി ആ വീഡിയോ പുറത്ത് വന്നു കഴിഞ്ഞാൽ ചന്ദ്രയുടെ പ്രതികരണം എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്നൊക്കെ ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി.